ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ 24 hours സാരി ചലഞ്ചാണ് ചെയ്യുന്നത്. കാരണം ഇന്ന് ഫുൾ ഡേ എനിക്ക് ഈ സാരി ഉടുത്തിട്ട് വീട്ടിലെ ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ചലഞ്ചാണ്. ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമോ എന്ന് ആദ്യം നോക്കാം. കംപ്ലീറ്റ് ചെയ്യുമോ അതോ പകുതിയിൽ നിർത്തുമോ? ഇന്നെനിക്ക് ഒരുപാട് പ്രശ്നമുണ്ടായ ദിവസമാണ്. ഈ സാരി ഉടുത്തപ്പോൾ തന്നെ എനിക്ക് കുറേ പ്രശ്നമുണ്ടായി. അതൊക്കെ ഞാൻ ഇത് ചെയ്യുമോ, ഓവർകം ചെയ്ത് ഈ സാരി ഉടുത്ത് ഇങ്ങനെ നിൽക്കുമോ, അതൊക്കെ നമുക്ക് നോക്കാം. രാവിലെ തന്നെ അടുക്കളയിലെ പണിയുണ്ട്, കാപ്പി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇടിയപ്പവും ചമ്മന്തിയാണ്. ഇടിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ തന്നെ കുഞ്ഞ് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നു, ഈ അമ്മയ്ക്ക് എന്ത് പറ്റി, കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായതാണോ. ഇടിയപ്പമൊക്കെ കുഴച്ച് വെച്ചു. ഇടിയപ്പത്തിന് കുഴക്കാൻ അറിയാമല്ലോ, ചൂടുവെള്ളത്തിൽ അരിപ്പൊടി ഇട്ടാൽ കുഴച്ചെടുത്താൽ മതി. ഇന്ന് അതല്ലല്ലോ നമ്മുടെ മെയിൻ. നമ്മുടെ സാരി ഉടുത്തിട്ട് വീട്ടിൽ ജോലി ചെയ്യണവർ നമ്മുടെ നാട്ടിൽ കുറവായിരിക്കും. എൻ്റെ അമ്മ ഉടുക്കും, പക്ഷെ പട്ടുസാരി ഉടുക്കാറില്ല. സീരിയലിൽ മാത്രമേ പട്ടുസാരി ആഭരണം ഇട്ട് ജോലി ചെയ്യണവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതുവരെ റിയൽ ലൈഫിൽ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുമില്ല. ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. കൊള്ളാമോ എന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങളിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ കൊള്ളാമോ ഇല്ലേ എന്നൊക്കെ. ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടാണ്. പിന്നെ സാരി ഉടുത്തതിൻ്റെ ഭംഗിയൊന്നും ആരും നോക്കരുത്, അതൊന്നും ആരും പറയരുത്. കാരണം എനിക്ക് സാരി ഇങ്ങനെയൊക്കെ ഉടുക്കാനേ അറിയൂ. പിന്നെ ഭയങ്കരമായിട്ട് ചുറ്റിയിട്ട് നമ്മൾ യാത്രയൊന്നും പോകാൻ പോകണില്ലല്ലോ. കല്യാണമോ വേറെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും. ഇത് നമ്മൾ വീട്ടിൽ ജോലി ചെയ്യാനല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് കാണുന്നില്ല. പിന്നെ ഊർമിളാദേവി ആവണമെന്നായിരുന്നു ആഗ്രഹം. ഒരുപാട് ആഭരണമൊക്കെ ഇട്ട് ഇപ്പോൾ ഉള്ള കൊച്ചിൻ്റെ ഒരു മാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാ കൊച്ചിൻ്റെ ഒരു മാലയാണ്, എൻ്റെ മോളുടെ. അത് കഴിഞ്ഞ് ചമ്മന്തിക്കുള്ള ഉള്ളി തേങ്ങയെല്ലാം തിരികെ എടുത്ത് സാരി ഉടുത്തിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം സാരി ഒരു സൈഡ് പോകും, നമ്മൾ വേറൊരു സൈഡ് പോകും, സാരി ഒരു സൈഡ് പോകും, നമ്മൾ വേറെ സൈഡ് പോകും. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി കുറേ പാടുപെട്ട് അങ്ങനെ ചമ്മന്തി റെഡിയായി, ഇടിയപ്പോൾ റെഡിയായി. എന്നിട്ട് ഇനി അതങ്ങനെ ഇരുന്ന് കഴിക്കണം. കഴിച്ച് കഴിഞ്ഞപ്പോഴേ ഒരാളെല്ലാം നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട് മാല. കാരണം അവളുടെ മാലയാണല്ലോ. അവളുടെ മാല വേറെ ആരും ഇടുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, നമുക്കും അങ്ങനെയാണല്ലോ. അപ്പോഴേക്കും എൻ്റെ മാല എടുത്തിട്ടുണ്ട്. ഞാൻ കരഞ്ഞ് ചോദിച്ചെനിക്ക് തരാൻ കേട്ടില്ല. അവളുടെ മാല ഊരി വാങ്ങലാണ്. ഹസ്ബൻഡും പറഞ്ഞു ഒരു ദിവസം ഇടാൻ കൊടുത്തൂടെ, കേട്ടില്ല. ആര് പറഞ്ഞാലും കേൾക്കില്ല. എൻ്റെ മുടിയും വലിച്ച് എൻ്റെ മാലയ്ക്ക് വേണ്ടി ഇവിടെ ബഹളമായി. എൻ്റെ കഴുത്തെന്ന് പറഞ്ഞ ഒരു സമാധാനം ഇല്ല. ഇനി എൻ്റെ ഒരു സാധനം ഞാൻ കൊടുക്കും. മാല എടുത്തു കിട്ടിയവർക്ക് ഇല്ല എന്തോന്ന് അങ്ങനെ അവൾ എൻ്റെ മാല അവളുടെ മാല തന്നെ എടുത്തു. അതെൻ്റെ തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിനെ ഒന്ന് വീട്ടിൽ കാണൂല. അപ്പോൾ എന്നെ എൻ്റെ വീട്ടിൽ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വരുന്നില്ല, വാവയെ കൊണ്ട് അവിടെ വിട്, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡും മോളും പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഗേറ്റൊക്കെ തുറക്കുന്നതാണ്. ഗേറ്റ് തുറക്കുമ്പോൾ 100 തവണ സാരി ചവിട്ടി സാരി പകുതി ഊരി പോകുന്നുണ്ട്. ഉരുന്നോ ഇടുന്നു ചവിട്ടുമ്പോൾ എന്തായാലും ഊരുമല്ലോ. സാരി ചവിട്ടി തന്നെയാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് കുഞ്ഞാവയെ കൊണ്ട് വീട്ടിലാക്കാൻ പോയി. കാരണം നമ്മൾ വെട്ടാട് ചർച്ചയിൽ പോകും. വെട്ടാട് ചർച്ചയിൽ പോകുമ്പം അതിന് മുന്നേ മാവയെ വീട്ടിൽ കൊണ്ടുപോയി പോക്ക് മുടക്കാം. അതിനാണ് പോകുന്നത്. ഇനി അടുത്ത് എനിക്ക് പോകണമെങ്കിൽ കുറച്ച് ജോലി ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. കോഴിക്ക് ഫുഡ് കൊടുക്കണം, പട്ടിക്ക് ഫുഡ് കൊടുക്കണം. കോഴിക്ക് ഫുഡ് കൊടുത്തിട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. ഈ സ്വിമ്മിങ് പൂളിൽ നിറഞ്ഞ് വെള്ളമൊക്കെ കെട്ടിക്കിടക്കണം. ഇനി ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ബാഹുബലിയെ പോലെ, ഇവിടെ ബാഹുബലിയുടെ മ്യൂസിക്കൊക്കെ ചേർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബാഹുബലിയെ പോലെ ഞാൻ ഒറ്റയ്ക്ക് തലയിൽ ചുമന്ന് അവിടെ കൊണ്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് കോഴിക്ക് വെള്ളം എടുക്കാൻ വരും. കോഴിക്ക് വെള്ളം എടുത്ത് കൊടുത്ത് പട്ടിയുടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും. പിന്നെ ഫ്രീ ആയിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. വീട്ടിൽ പോവാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം. ഇവിടെ ഇരുന്നാൽ പട്ടിന് കിടന്ന് ചാവേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകും. അടുത്ത് കോഴിക്കുള്ള വെള്ളം പിടിക്കണം. ഈ വെള്ളമൊക്കെ എടുത്ത് ഡ്രസ്സിലൊക്കെ നനയുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, അതാണ് ഒരു ഇറിറ്റേഷൻ. അത് സാരിയൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് പറയണ്ടേ, കാലിലൊക്കെ വെള്ളമായി തട്ടി സാരി എടുത്ത് ജോലി ചെയ്യണമെന്നും അത് ഞാൻ സമ്മതിച്ച്. എൻ്റെ അമ്മ സാരി എടുത്ത് തന്നെയാണ് ജോലി ചെയ്യണം, ഞാൻ പറഞ്ഞല്ലോ. അടുത്ത കോഴിക്കുള്ള വെള്ളം എടുത്തുകൊണ്ട് വെച്ചു. അങ്ങനെ പകുതി പണി കഴിഞ്ഞ് ഇന്നത്തെ. കോഴികൾ സന്തോഷമായിട്ട് വെള്ളം കുടിച്ച് കിടക്കട്ടെ. അത് കഴിഞ്ഞ് പട്ടിക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി. പട്ടിക്ക് ചിക്കനും ചോറ് വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കണം. ഞാൻ ഇതിനകത്തുള്ള വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ച് കളയണം. വീട്ടിൽ ജോലി ചെയ്താലും സാരി നല്ല സാരിയാണല്ലോ, വീട്ടിലിട്ട് നിന്നല്ലേ ഉള്ളൂ. അടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ചിക്കനും അരിയും കൂടെ വേവിക്കാൻ വെച്ച് കോഴിക്ക് വേണ്ടിയിട്ട്.
വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. റിക്ലൈനറിൽ സാധാരണ പോലെ ഇരിക്കാൻ പറ്റില്ല. സാരിയൊക്കെ പൊക്കി പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റും. കാരണം സാരിയല്ലേ. റിക്ലൈനറിലിരുന്ന് ബാലരമയാണ് വായിക്കുന്നത്. കൊടി ബുക്കൊന്നുമല്ല, അത് ബാലരമയാണ്. കാരണം ബാലരമ വരാൻ വേണ്ടി ഞാൻ എല്ലാ ആഴ്ചയും നോക്കിയിരിക്കും. എന്നിട്ട് വന്ന ഉടനെ ഞാൻ പെട്ടെന്ന് എടുത്തത് വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരാളാണ്. എപ്പോഴും അത് പറ്റാറില്ല. പറ്റുമ്പോൾ ഞാൻ വായിക്കും. ഇനി അവളെന്നെ പഠിച്ച് വലുതാവണം. പഠിച്ച് വലുതാകുമ്പോൾ അവൾ വായിക്കും, എനിക്ക് കിട്ടൂല. അത് കഴിഞ്ഞ് വീടെല്ലാം പൂട്ടി പതിയെ ഇറങ്ങണം. ഡ്രൈവിങ്ങിനിടയിലുള്ള വീഡിയോസൊക്കെ ഉണ്ട്. ഞാൻ അത്ര ഡ്രൈവിങ്ങിനിടയിലൊന്നും, അതിനിടയിൽ നല്ല മഴ വരുന്നുണ്ട്. പക്ഷേ മഴ അധികം പെയ്തിട്ടില്ല. നന്നായിട്ട് മഴ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടാൽ അറിയാലോ, നല്ല ഇരുണ്ട് മേഘങ്ങൾ വരുന്നുണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തിട്ടില്ല. ശരി, പിന്നെ ഇനി വീട്ടിൽ പോണ വഴിക്ക് കാണാം. അങ്ങനെ കാറൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് സ്റ്റാർട്ടാക്കാത്ത? ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട് ഞാൻ സ്റ്റാർട്ടാക്കാൻ. അങ്ങനെ ദൂരെ നിന്ന് ഞാൻ എൻ്റെ വീട് കണ്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഒറ്റ കയ്യിൽ ഓടിച്ച് ഞാനിങ്ങ് എത്തി. അവരുടെയൊക്കെ റിയാക്ഷൻ കാണാനാണ് നിന്നത്. പക്ഷെ അവർ വിചാരിച്ച് ഞാൻ ഏതോ കല്യാണത്തിന് പോയിട്ട് വന്നു. ഞാൻ അങ്ങ് ചമ്മി അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഇവരെന്താണോ ഇങ്ങനെ. ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ്. അപ്പോഴേക്കും അവളുടെ കളിപ്പാട്ടങ്ങളും അവൾ കളിച്ചുകൊണ്ട് നമ്മൾ അമ്മയുടെ അവിടെ അടുക്കളയിലിരുന്ന് കല്ല് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ എത്തിയ മെയിൻ ഫുഡാണല്ലോ. അവിടെ പോയപ്പോഴേക്കും അമ്മ ചോറും മുട്ട പൊരിച്ചതൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വാവയ്ക്ക് എൻ്റെ സാരിയിലൊരു കളി, ഷോളിട്ട് കളി, ബഹളം വെച്ച് കളി. ഞാൻ ലാസ്റ്റായിട്ട് കോളേജിൽ പോയപ്പോഴാണ് സാരി ഉടുത്തത്. ഞാൻ കോളേജ് വർക്ക് ചെയ്തപ്പോഴാണ് സാരി ഉടുത്തിരുന്നത്. ആ സമയത്ത് ബാബ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ വന്ന ഉടനെ സാരിയൊക്കെ മറ്റുകൊണ്ട് അവർക്ക് ഇങ്ങനെ കളിക്കാനൊന്നും അവസരം കിട്ടിയില്ല. ഇപ്പോൾ കിട്ടി. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. നന്നായിട്ടിരുന്നു ഒരു അങ്ങ് കഴിച്ചു. ഫാനില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടുപോയി. അവിടെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചലഞ്ച് അങ്ങ് നിർത്തിയാലോ, ഡ്രസ്സ് മാറ്റിയാലോ. എന്നിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല. കുറച്ച് വേർത്തൊലിച്ചിട്ടായാലും ഞാൻ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇച്ചിരി വേർത്താൽ എന്താ, ചലഞ്ച് കംപ്ലീറ്റ് ആവില്ലേ? ഇതിൽ ഫീപ്സ് കിട്ടുമെന്നോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നമുക്കൊന്ന് സൂക്ഷിക്കാം, നമുക്ക് മെമ്മറിയിലൊന്ന് സൂക്ഷിക്കാം, നമ്മൾ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അമ്മാമ്മ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇതാണ് അവിടെ കണ്ടത്. ഞാൻ സാധാരണ ഇതുപോലെയൊന്നും കഴിക്കാറില്ല. എന്ന് വെച്ചാൽ ചമ്മന്തി മീനുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരിയെങ്കിലും കഴിക്കാൻ പറ്റും. പിന്നെ മുട്ടയുള്ളതുകൊണ്ട് ഞാൻ കഴിച്ച്. പിന്നെ ഇടയ്ക്ക് ഞാൻ അവളുടെ മുട്ട അടിച്ച് മാറ്റുന്നതാണിത്. അവളുടെ മുട്ട അടിച്ച് മാറ്റി. എൻ്റെ മുട്ട തീർന്നുകൊണ്ട് ഞാൻ പതുക്കെ അവളുടെ മുട്ട അടിച്ച് മാറ്റി കഴിച്ച്. പിന്നെ അവൾ പതുക്കെ ABCD എന്ന് എൻ്റെ മടി വന്നിരുന്ന് എഴുതിയത് വേറെ ഒന്നും കൊണ്ടല്ല. മടി വന്നിരുന്നു, ചവിട്ടുന്നു, എൻ്റെ സാരി ഇടിയുന്നു, മടി വരുന്നു, ചവിട്ടുന്നു, സാരി ഇടിയുന്നു. അതായിരുന്നു അവിടെ കളി. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ മാങ്ങ അരിഞ്ഞെന്ന്. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ചു. മാങ്ങ കഴിക്കുമ്പോൾ സാരി വീഴാതെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഡ്രസ്സ് പോലെയൊന്നുമല്ല സാരി ആയി നമുക്ക് സാരി കഴുകിയാൽ പിന്നെ അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഡ്രസ്സിൽ വീഴാതെ ശ്രദ്ധിച്ച് വേണം അത് കഴിക്കാൻ. അങ്ങനെയൊക്കെ ഒരുപാട് കഴിച്ച് അങ്ങനെ ഡ്രസ്സിൽ വീഴാതെ കഴിക്കണം. അതിനിടയിൽ അവളുടെ ഒരു ഡാൻസ് ഉണ്ട്. അവൾ പറഞ്ഞു എൻ്റെ വീഡിയോ എൻ്റെ ഡാൻസ് കാണാം. ആ ഡാൻസിന് പാട്ടൊന്നുമില്ല, സ്വന്തമായിട്ട് തുള്ളിയതാണ്. ഇവിടെ ഞാനാണെങ്കിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾ സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് വെച്ച്. ഞാൻ എഡിറ്റ് ചെയ്യാൻ സമയത്താണ് ഇത് കണ്ടത്. ഞാൻ പിന്നെ പുറത്തൊക്കെ ഒന്ന് തെണ്ടി നടന്ന് കറങ്ങിയതിന് ശേഷം നേരെ വീട്ടിനകത്തോട്ട് പോയി. വീട്ടിനകത്തോട്ട് പോയപ്പോൾ എൻ്റെ അമ്മാമ്മയും കൊച്ചുമോളും കൂടെ വലിയ അടി. പേനയ്ക്ക് വേണ്ടിയിട്ടാണ് അടി. ഭയങ്കര അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടി. അമ്മാമ്മയ്ക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കടി, അടി, ഇടി എല്ലാം കിട്ടി. എന്നാലും അമ്മമ്മ പേന കൊടുത്തില്ല. അമ്മയ്ക്ക് കടയിൽ പോയി സാധനം വാങ്ങാനുള്ള ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്നാലും അമ്മമ്മ പേന കൊടുക്കാതിരുന്ന് വാവ പഠിച്ച പണി 18 നോക്കിയിട്ടും കിട്ടിയില്ല. കിട്ടാത്തതുകൊണ്ട് തന്നെ വാവ തിരിഞ്ഞിരുന്നത്. പിന്നെ വീഡിയോ എടുക്കണമെന്ന് കണ്ടോ അവിടെ കുറച്ചുകൂടെ കടിയും ബഹളവും തുടങ്ങാൻ പോയി. അമ്മാമ്മ അപ്പോൾ വേറൊരു സ്കെച്ച് എടുത്ത് കൈ കൊടുത്തിട്ടുണ്ട്. അതോടെ നിന്ന് കാണുമായിരിക്കും അടി. അത് കഴിഞ്ഞപ്പോഴേക്കും വാഴയ്ക്കാപ്പം ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയാലോ. അയ്യോ, അവതിലും ദേ വന്നിട്ടുണ്ട് അടിപിടി ഉണ്ടാക്കാൻ. പതുക്കെ കൈയൊക്കെ എടുത്ത് മാറ്റി പതുക്കെ അങ്ങോട്ട് നിർത്തി. അങ്ങോട്ട് നീങ്ങുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അയ്യോ, പിന്നെ കൈ മാത്രമായിട്ട് പോകുന്ന ഒരു പിടി തന്നെയായിരുന്നു. പിടി ബഹളം, അടി. നീ ചെയ്യണ്ട, ഞാൻ ചെയ്യും, നീ ചെയ്യണ്ട, ഞാൻ ചെയ്യും. ഇതും പറഞ്ഞ് അടിയും ബഹളം. ഞാൻ വെള്ളമൊഴിക്കും, മാവൊഴിക്കും, അവൾ വെള്ളമൊഴിക്കും, മാവൊഴിക്കും. അങ്ങനെയായിരുന്നു.
എന്നിട്ട് അവിടെ മുഴുവൻ തെറിപ്പിച്ച് അയ്യോ ദേഹം മുഴുവാക്കി. അങ്ങനെ ഭാവിച്ചിരി ഓരോരോ കാര്യങ്ങൾ. പ്രൊഫഷണലായിട്ട് കുഴയ്ക്കാൻ മിടിക്കുക അവൾ. പക്ഷേ കയ്യിരിക്കുന്നത് തെറിപ്പിച്ച് ഇപ്പോൾ എല്ലായിടത്തും തെറിപ്പിക്കും അവിടെ. ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പാത്രത്തിനകത്തോട്ടാണ് തെറിപ്പിക്കുന്നത്, ഇതങ്ങ് പുറത്തെല്ലാം തെറിപ്പിക്കും. സമാധാനത്തോടെ കുഴയ്ക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പഴം കെട്ടിയതപ്പോൾ ഭാഗ്യത്തിന് ആളെ കണ്ടില്ല, ഇങ്ങോട്ട് പോയിരുന്നുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് വാഴയ്ക്കപ്പമൊക്കെ ഉണ്ടാക്കി. ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അതൊക്കെ ഇനിയിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു ലോങ് വീഡിയോയിൽ. വേണമെന്നുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് ഷോർട്ട് വീഡിയോ പോയി കണ്ടാൽ മതി എല്ലാവരും. അത് കഴിഞ്ഞിട്ട് വാഴയ്ക്കപ്പം ഇരുന്ന് കഴിക്കുന്നു. എന്നിട്ട് ഞാൻ ഈ തലയാടുന്നത് എൻ്റെ ബുഗാടി ആടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ബുഗാടി നന്നായിട്ട് ഹാങ്ങിങ് ആണ്, അപ്പോൾ കിടന്നാടും. അതൊക്കെ കാണിച്ച് ഞാൻ ഷോ കാണിച്ചുകൊണ്ടിരിക്കും. 2 ദിവസം ആയതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എൻ്റെ ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുക്കണം. അപ്പോഴേക്കും ഞാൻ സാരി കൊടുത്ത് ഏകദേശം ക്ഷീണിച്ചു, എനിക്ക് വയ്യാണ്ടായി. ഡോഗ്സിന് ഫുഡ് കൊടുത്ത് ഇന്ന് ദൃശ്യം 3 സിനിമ കാണാൻ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പം ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുത്തിട്ട് വേണം പോയി കാണാൻ. അപ്പോഴേക്കും ഞാൻ തിയേറ്ററിൽ സാരി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഡോഗ്സിന് ഫുഡ് കൊടുത്തപ്പോഴേക്കും എൻ്റെ പകുതി ജീവൻ അങ്ങ് പോയി. അതിന് ഫുഡ് കൊടുത്ത് പിന്നെ അതിന് വെള്ളം കൊണ്ടുവയ്ക്കണം. ഞാൻ വെള്ളം കൊണ്ടുവയ്ക്കാൻ പോയി. അപ്പോഴേക്കും ഡ്രസ്സെല്ലാം ഒരു പരുവായി ചുളുങ്ങി കൂടി എൻ്റെ സാരിയെല്ലാം പോയ പോക്ക്. അപ്പോഴേക്കും കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച് ചോദിച്ചാൽ ഞാറപ്പഴം എന്താ ഇവിടെ ഇരിക്കണേ. പിന്നെ അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റായിരുന്നു. 2 എണ്ണം ചേർന്നിരിക്കുന്ന ഞാറപ്പഴമായിരുന്നു, ഇരട്ട ഞാറപ്പഴം. 2ന് 2 കുരു. ഞാൻ വിചാരിച്ചു ഒറ്റ കുരുവായിരിക്കും 2നും കൂടെ. ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. എന്താണ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ കായില്ലേ, അതിൻ്റെ ഷേപ്പാണ്. അങ്ങനെ ഞാറെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇനി ഞാൻ പോയി ഡ്രസ്സ് മാറ്റട്ടെ. ബായ്.